എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ദിവസത്തെ വളരെയേറെ ബുദ്ധിമുട്ടുകളിലേക്കും അലട്ടലുകളിലേക്കും എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ്. അതായത് സാമ്പത്തിക പ്രതിസന്ധി അഥവാ പണത്തിൻ്റെ ബുദ്ധിമുട്ട്. നമുക്കറിയാം, ഇന്ന് നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ പണമില്ലാതെ ഒരു കാര്യവും വാങ്ങിക്കാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ്. രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമുക്ക് പണം വളരെയേറെ ആവശ്യമായ ഒരു ഘടകം തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര കഠിനമായി അധ്വാനിച്ചിട്ടും രാവിലെ മുതൽ രാത്രി വരെ വിശ്രമമില്ലാതെ പണിയെടുത്തിട്ടും നല്ല ശമ്പളമുണ്ടായിട്ടും മാസാമാസം കയ്യിലേക്ക് നല്ലൊരു തുക വന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു നീക്കിയിരിപ്പും ഇല്ലാതെ കയ്യിൽ നിന്ന് ധനം ഇങ്ങനെ ചോർന്നു പോകുന്നത്? എങ്ങോട്ടാണ് ഈ പണം പോകുന്നത് എന്നൊരു പിടുത്തവുമില്ല എന്ന് പറയുന്ന ആളുകളാണ്. ഒരു 10 പേരെടുത്താൽ അത് 9 ആളുകളും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നാൽ ചിലർക്കാകട്ടെ കച്ചവടത്തിൽ വൻ നഷ്ടമാണ്, വിചാരിച്ച സമയത്ത് പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ കടത്തിന്മേൽ കടം വന്ന് വീർപ്പ് മുട്ടുന്ന അവസ്ഥ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്? കഠിനാധ്വാനം മാത്രം ചെയ്താൽ എല്ലാവരും കോടീശ്വരരാകുമോ? എല്ലാവർക്കും അങ്ങനെ ആകാൻ സാധിക്കുമോ? എങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ചുമട്ടുതൊഴിലാളികളും കർഷകരുമല്ലേ ഈ ലോകത്ത് ഏറ്റവും വലിയ പണക്കാരായി മാറേണ്ടതും? പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ദാരിദ്ര്യ ദുഃഖങ്ങൾ അടിക്കടി സംഭവിക്കുന്നത്? അവിടെയാണ് ഈശ്വരാധീനം അല്ലെങ്കിൽ പ്രപഞ്ച ഊർജ്ജം എന്ന് പറയുന്ന ഒരു ഘടകം വന്നു ചേരുന്നത്, യൂണിവേഴ്സൽ എനർജി ഉണ്ടാകുന്നത്. നമ്മുടെ ദൈനംദിന അധ്വാനത്തോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ ഒരു പോസിറ്റീവ് ഊർജ്ജം കൂടി നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് സാമ്പത്തിക പുരോഗതി തന്നെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇന്നും നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളിൽ നിന്നൊരു മോചനം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ ഈ അധ്യായത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പണച്ചെലവില്ലാത്ത നമ്മുടെ വീട്ടിലെ, അതായത് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള 2 സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാവുന്ന അതിശക്തമായ ഒരു നാടൻ ആകർഷണ വിദ്യയെക്കുറിച്ചാണ്. വീഡിയോ ഒട്ടും തന്നെ വലിച്ചു നീട്ടാതെ ഓരോ വാക്കും നിങ്ങളിലേക്ക് ശ്രദ്ധയോടുകൂടി എത്തിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഇതിൽ പറയുന്ന ചെറിയൊരു കാര്യം പോലും തെറ്റിപ്പോയാൽ വിചാരിച്ച ഫലം ചിലപ്പോൾ നമുക്ക് ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് ക്ഷമയോടെ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റത്തിനായി കുറച്ച് നിമിഷങ്ങളൊന്ന് നീക്കിവെക്കാൻ ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം വലിയ രീതിയിൽ കൊണ്ടാടുന്ന ഒന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്, അഥവാ ഇതിനെ ഒരു ആകർഷണ നിയമം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ, അത് എന്ത് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അത് പ്രപഞ്ചം നമുക്ക് തരും എന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ വിദേശികൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾ മുൻപേ തന്നെ നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികരായ മുത്തശ്ശന്മാരും ഋഷിവര്യന്മാരും ഇതേ തത്വം തന്നെ വളരെയധികം പ്രായോഗികമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ നാട്ടറിവുകൾ എന്ന് പറയും, അല്ലെങ്കിൽ ഒറ്റമൂലി സമ്പ്രദായം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മുത്തശ്ശന്മാർ മൺമറഞ്ഞു പോയ ആളുകൾ അവരുടെ അറിവിൽ നിന്ന് അവർ ആർജിച്ചെടുത്തതായ ചില കാര്യങ്ങൾ. അപ്പോൾ ഈ സംസ്കൃത മന്ത്രങ്ങളും വലിയ യാഗങ്ങളും ഒക്കെ വരുന്നതിന് മുൻപേ തന്നെ ഈ ഒരു മണ്ണിൽ പ്രകൃതിപരമായിട്ടുള്ള ചില ആരാധനകൾ ഉണ്ടായിരുന്നു. അതായത് പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും ഓരോ തരത്തിലുള്ള ഊർജം വശപ്പെടുത്താനുള്ള ഒരു കഴിവുണ്ട് എന്നത് ഋഷിവര്യന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചില ചെടികൾക്ക് നമ്മളിൽ ബാധിച്ചിട്ടുള്ളതായ നെഗറ്റീവ് ഊർജ്ജങ്ങളെ നമ്മളിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയും. ചിലതിന് പോസിറ്റീവ് ഊർജ്ജത്തെ കൂടുതലായി നമ്മളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസരിപ്പിക്കാനായിട്ട് കഴിയും. അപ്പോൾ പണ്ടുകാലത്ത് നമ്മുടെ കാരണവന്മാരായ ആളുകൾ ഇത്തരം വിദ്യകൾ വളരെ രഹസ്യമായിട്ടായിരുന്നു സൂക്ഷിച്ചിരുന്നത്. അവർ കാര്യങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ രഹസ്യക്കൂട്ടുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണെന്ന് കൂടുതൽ പറയാറില്ല. ഇത് ഗോപ്യമായി വെക്കുക എന്ന് പറയും, സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ പറയുന്നതായ നമ്മുടെ ചില രഹസ്യങ്ങളുണ്ടല്ലോ, ചില നുറുങ്ങു വിദ്യകൾ, മുത്തശ്ശിമാരൊക്കെ നമ്മുടെ വീടുകളുണ്ടെങ്കിൽ അവർ ചില നുറുങ്ങു വിദ്യകൾ, നമുക്ക് രാത്രി ഞെട്ടി ഉണരുന്ന കുട്ടികളുണ്ടാകും,
പെട്ടെന്ന് മുത്തശ്ശി എടുത്തത് മുത്തശ്ശി കുഞ്ഞ് ഉണർന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി ഓടി വന്ന് അല്പം ഭസ്മം ഇടുമ്പോൾ കുഞ്ഞ് അവിടെ ശാന്തനായി കഴിഞ്ഞു. എന്താണ്? അവർ ഗോപ്യമായി വെച്ചിരുന്ന ഒരു രഹസ്യ മന്ത്രം അല്ലെങ്കിൽ രഹസ്യമായ ഒരു ഭക്തിമാർഗം അവിടെ ഉണ്ട്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് അവരങ്ങനെ പറഞ്ഞൊന്നും കൊടുക്കാറില്ല. എത്ര നമ്മൾ ചോദിച്ചാലും ഈ രഹസ്യം എന്താണെന്ന് ആരും തന്നെ നമ്മളോട് പറഞ്ഞു തരാറില്ല. പറഞ്ഞു കൊടുക്കുന്നവർ തന്നെ ഇതിൻ്റെ കൃത്യമായ രീതി പറഞ്ഞു കൊടുക്കാത്തതിനാൽ തന്നെ തലമുറകൾ ഇങ്ങനെ കൈമാറി വന്നപ്പോഴും പലതും മൺമറഞ്ഞു പോയിട്ടുമുണ്ട്. ചിലതൊക്കെ ഭാഗ്യത്താൽ ചില ആളുകളിലേക്ക് എത്തിയിട്ടുമുണ്ട്. എൻ്റെ മുത്തശ്ശി മരിക്കുന്നതിന് മുൻപ് ചില മന്ത്രങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ സമയം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനതൊക്കെ എഴുതി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ആവശ്യം വരുമ്പോൾ നമ്മളത് ഉപയോഗിക്കുമ്പോൾ അത് വലിയൊരു മാറ്റമായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ദൈവികമായ പാതയിലേക്കൊക്കെ നമുക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ മിക്ക ആളുകൾക്കും ഇതൊക്കെ അറിയാമെങ്കിലും മറ്റുള്ളവർ തന്നെ പരിഹസിക്കുമോ എന്ന ഭയം കൊണ്ട് ആരും ഇതൊന്നും പുറത്തങ്ങനെ പറയാറില്ല. ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞ് കളിയാക്കുമെന്നൊക്കെയുള്ള പേടിയാണ്. കാരണം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും വളരെ ലളിതമായിട്ട് അവർ ചെയ്ത് ആർജിച്ചെടുത്ത ശക്തിയാണ് നമ്മുടെ പൂർവികരായ ആളുകൾ. എന്നാൽ ഇതിലൂടെ കിട്ടുന്ന നേട്ടം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും കിട്ടാത്തതായ ഒരു വലിയ ഭാഗ്യം നേട്ടം അവരുടെ ആ ഒരു ശക്തി കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ മന്ത്രോച്ചാരണങ്ങൾ കൊണ്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ലളിതമായ കാര്യങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് അങ്ങനെ വിശ്വാസം വരികയുമില്ല. നമുക്ക് വലിയ പണച്ചെലവുകളുള്ള പൂജകളൊക്കെ പറയുകയാണെങ്കിൽ ആളുകൾ അതിനെ ഒരു തടസ്സവും കൂടാതെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാലം കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ആ പഴയതിലേക്കൊക്കെ പോയാൽ നമുക്ക് ലളിതമായ രീതിയിൽ വളരെ വലിയ മാറ്റങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിക്കും. എന്നാൽ പ്രകൃതിയുടെ ഈ ലളിതമായ ഒരു അനുഗ്രഹത്തെ നമ്മൾ ആർജിച്ചെടുക്കണമെങ്കിൽ അതിനുള്ളൊരു മനസ്സുകൂടി നമ്മൾ പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിലവുകളൊന്നും കൂടുതലില്ലാതെ നമ്മൾ ലളിതമായ രീതിയിൽ ഭക്തി എന്ന ആ ഒരു കാര്യത്തെ വെച്ചുകൊണ്ട് നമുക്ക് ചില മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അതായത് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നത് ഞാൻ ഈ അധ്യായത്തിലൂടെ നിങ്ങളിലേക്ക് പറയുകയാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് കൂടിയുണ്ട്. അതായത് ഞാൻ ഈ വിദ്യ പറഞ്ഞങ്ങോട്ട് നിങ്ങളിലേക്ക് തരുമ്പോൾ നാളെ മുതൽ നിങ്ങളുടെ വീട്ടിലേക്ക് കോടികൾ ഒഴുകി വരും, അല്ലെങ്കിൽ നിങ്ങൾ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങളൊക്കെ നാളെ തൊട്ട് മാറാനായിട്ട് തുടങ്ങും എന്നൊന്നും വിചാരിച്ച് ആരും ഇത് ചെയ്യാനോ കേൾക്കാനോ നിൽക്കേണ്ട. അങ്ങനെ അന്ധമായി വിശ്വസിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഇതൊരു അത്ഭുത വിളക്കൊന്നുമല്ല, അല്ല അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. നമ്മുടെ സാമ്പത്തിക ബാധ്യതകളെയും നമ്മുടെ കർമ്മഫലത്തെയും ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുമ്പോഴും ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം നമ്മളിലേക്ക് വന്നു ചേരുന്നത്. ഉദാഹരണമായി ഒരാൾക്ക് 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയോ ഒക്കെയാണ് കടമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ ഈ പ്രയോഗത്തിലൂടെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങളൊക്കെ ദൃശ്യമാകും. പണം വരാനുള്ള പുതിയ വഴികളൊക്കെ തുറക്കും. അല്ലെങ്കിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അത് ലാഭമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ ശമ്പളത്തിൽ വർധനവൊക്കെ ഉണ്ടാകും. അതേസമയം ഒരാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത ഉണ്ടെങ്കിൽ ഈ പ്രയോഗത്തിൻ്റെ ഫലം ലഭിക്കുവാനായിട്ട് അല്പം സമയമെടുക്കും എന്നത് ഞാനൊന്ന് തുടക്കത്തിൽ തന്നെ പറയുകയാണ്. അപ്പോൾ സാവധാനമേ കാര്യങ്ങൾ ഫലിക്കുകയുള്ളൂ. നമ്മൾ ഏതൊരു അർച്ചന നടത്തിയാലും നേർച്ച നടത്തിയാലും ഒറ്റ ദിവസം കൊണ്ട് ഫലം ഉണ്ടാകുകയില്ല. അതാ പറയുന്നത് അടുപ്പിച്ച് ഒരാഴ്ച ചെയ്യുക അല്ലെങ്കിൽ അടുപ്പിച്ച് 11 ദിവസം ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ അതിനെ പോസിറ്റീവ് ഊർജ്ജം നിറയ്ക്കുക എന്നതാണ് നമുക്കൊരു മാർഗ്ഗം, ഒരു റീഫില്ലിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഊർജ്ജം നിറയ്ക്കുക. അതുകൊണ്ട് ഇത് ചെയ്ത് വെക്കുന്ന ഈ ഒരു കർമ്മം ചെയ്യുന്ന ഉടൻ തന്നെ കടങ്ങളെല്ലാം തീർന്നില്ലല്ലോ അല്ലെങ്കിൽ മാറ്റം തന്നില്ലല്ലോ എന്നൊന്നും പറയരുത്. ഇത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും അരുത്. അപ്പോൾ പ്രപഞ്ചത്തിന് നമ്മളോട് കരുണ തോന്നുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടു കൂടി പ്രപഞ്ചത്തിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കാനുള്ള മനസ്സ് കൂടിയാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത്. ഒരു പൂജ ചെയ്താൽ തന്നെ പിറ്റേ ദിവസം തൊട്ട് മാറ്റം വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരാണ്. അങ്ങനെയല്ല. ഒരു 3 ദിവസം അല്ലെങ്കിൽ 41 ദിവസത്തിനുള്ളിലൊക്കെയാണ് ഒരു പൂജയുടെ ഫലം നമ്മളിലേക്ക് വരുന്നത്. കാരണം അത്രത്തോളം നെഗറ്റീവ് ഊർജ്ജം നമ്മളിൽ ഉള്ളപ്പോൾ ആ നെഗറ്റീവ് അവിടെ മാറി പോസിറ്റീവ് ഊർജ്ജം നിറയണമെങ്കിൽ സമയമെടുക്കും. ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് ഒരു പൂജയും പെട്ടെന്ന് അങ്ങനെ ഫലം തരികയില്ല എന്നത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ആകർഷണ വിദ്യയ്ക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അവയുടെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും ഞാനൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഓരോ വസ്തുവിനും അതിൻ്റേതായ ആത്മീയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്കിവിടെ വേണ്ടുന്നത് 8 കുരുമുളക് വേണം. അതായത് 8 ബ്ലാക്ക് പെപ്പറാണ് നമുക്ക് വേണ്ടുന്നത്. ഇപ്പോൾ 8 എണ്ണം എടുക്കണമെന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രപരമായിട്ടും ജ്യോതിഷപരമായി 8 എന്ന നമ്പറിനൊരു വലിയ പ്രാധാന്യമുണ്ട്. അതായത് നെഗറ്റീവ് ഊർജ്ജങ്ങളെയും അതേപോലെ നമ്മളുടെ ശത്രുദോഷങ്ങളെയും ദൃഷ്ടിദോഷങ്ങളെയും പൂർണ്ണമായി തടയാൻ ശേഷിയുള്ള ഒന്നാണ് കുരുമുളക് അല്ലെങ്കിൽ 8 എന്ന സംഖ്യ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കാൻ ഈ 8 കുരുമുളകിന് സാധിക്കും. 8 എന്ന സംഖ്യയ്ക്കും കഴിയും.
ഈ കുരുമുളകിനും സാധിക്കുന്നത്. അപ്പോൾ കുരുമുളക് എടുക്കുമ്പോൾ ഒടിഞ്ഞതോ അല്ലെങ്കിൽ പൊട്ടിയതോ കേടുവന്നതോ ആയതൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ഏത് കാര്യമായാലും ഒരു വെറ്റില ജ്യോതിഷം നോക്കുമ്പോൾ പോലും വെറ്റിലയൊക്കെ വളരെ കൃത്യമായി കൊണ്ടുചെന്ന് അതിന് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, നേർച്ചയ്ക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളായാലും പൊട്ടിയതോ ചീഞ്ഞതോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഫലം നെഗറ്റീവായിട്ട് വന്നു ചേരും. അപ്പോൾ നല്ല ഉരുണ്ട അല്ലെങ്കിൽ തിളക്കമുള്ള കുരുമുളക് തന്നെ തിരഞ്ഞെടുക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി രണ്ടാമതായിട്ട് വേണ്ടത് ഒരു കഷ്ണം മഞ്ഞളാണ്. മഞ്ഞളെന്നറിയാമല്ലോ, സാക്ഷാൽ മണ്ണടി പൊന്നമ്മ എന്ന് പറയും. ധനലക്ഷ്മിയുടെ പ്രതീകമായിട്ടാണ് മഞ്ഞളിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഏത് മംഗളകർമ്മങ്ങൾക്കും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കാറുണ്ട്. വളരെയധികം ശുദ്ധിയും വളരെയധികം ഭക്തിയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് ഈ മഞ്ഞളെന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞളിനും പോസിറ്റീവ് ഊർജ്ജത്തെയും സമ്പത്തിനെയൊക്കെ ആകർഷിക്കാനുള്ളൊരു കാന്തിക ശക്തിയാണ് മഞ്ഞളിനുള്ളിൽ ഭഗവാൻ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പച്ചമഞ്ഞളാകാം അല്ലെങ്കിൽ ഉണക്കമഞ്ഞൾ, ഇത് രണ്ടിൽ ഏത് നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കഷ്ണത്തിന് നല്ല വലിപ്പം ഉണ്ടാകണം, അല്ലെ ഉണങ്ങി ഒട്ടിയിരിക്കുന്നതാകാൻ പാടില്ല. കടകളിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ചേർത്ത മഞ്ഞപ്പൊടി ഇതിനായിട്ട് ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കുക. ഇനി വേണ്ടത് മൂന്നാമത് കുറച്ച് പഞ്ഞിയാണ്. പ്യുർ കോട്ടൺ പഞ്ഞി തന്നെ വേണം. പഞ്ഞി തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഇലവുമരം അല്ലെങ്കിൽ പഞ്ഞിമരം എന്ന് പറയുന്ന നമ്മൾ ആ മരത്തിൻ്റെ പഞ്ഞി കിട്ടിയാൽ ഏറ്റവും ഉത്തമം അതായിരിക്കും. അത് കിട്ടാൻ ചില പ്രയാസം ഉണ്ടാവും. പണ്ട് കാലത്തൊക്കെ വീട്ടുപറമ്പുകളിൽ ഇത് ധാരാളം ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ പഞ്ഞിക്കായ നേരിട്ട് കിട്ടുകയാണെങ്കിൽ അത് പൊട്ടിച്ച് പഞ്ഞി നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഇതൊന്നും കിട്ടാത്ത പക്ഷം മാത്രം കടകളെ ആശ്രയിക്കുക. കടയിൽ നിന്ന് വാങ്ങുന്നതായ സാധാരണ പഞ്ഞി നമുക്ക് ഉപയോഗിക്കാം. പഞ്ഞി എന്നത് വീടിനെ സംരക്ഷിക്കുന്ന അതായത് കുഞ്ഞിനെ അമ്മ എങ്ങനെയാണോ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്, അപ്പോൾ നമ്മുടെ വീടിനെ ആകമാനം പൊതിയുന്ന ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ നമ്മൾ ഈ പഞ്ഞി കണക്കാക്കുന്നത്, കോട്ടൺ പഞ്ഞിയെ കണക്കാക്കുന്നത്. ഇനി വേണ്ടത് ഒരു ചെറിയ നൂലാണ്, ത്രെഡ് വേണം. അതായത് ഈ പഞ്ഞിയെ കെട്ടി ഭദ്രമാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സാധാരണ കോട്ടൺ നൂലാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വേണ്ടത് ഒരു ചെറിയ ഡപ്പയാണ്, അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ ബോക്സ് ആണ് വേണ്ടത്. നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്നൊക്കെ ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ പ്ലാസ്റ്റിക് ബോക്സോ അല്ലെങ്കിൽ വെൽവെറ്റ് പൊതിഞ്ഞിട്ടുള്ളതായ ബോക്സോ ഒക്കെ ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാം. അത് വൃത്തിയുള്ളതായിരിക്കണം എന്ന് മാത്രം. നമ്മൾ ഈ ചെയ്യുന്ന കർമ്മം വൃത്തിയോടും ശുദ്ധിയോടും മനസ്സർപ്പിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ പ്രകൃതി കൂടി നമ്മൾക്ക് ഭാഗ്യം തരണം എന്ന രീതിയിൽ കനിയുകയുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കൂടി നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പഞ്ഞിയാണ് ഇതിനെടുക്കേണ്ടത്. അത് കൈകൊണ്ട് ചെറുതായി ഒന്ന് നിവർത്തി വയ്ക്കുക. ഒരു ചെറിയ മെത്ത പോലെ അത് രൂപപ്പെടുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. ഇനി അതിൻ്റെ കൃത്യം നടുവിലായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു കഷ്ണം മഞ്ഞളുണ്ടല്ലോ, മഞ്ഞൾ വെക്കണം. ഇനി ആ മഞ്ഞൾ കഷ്ണത്തിന് ചുറ്റിലുമായി കേടുപാടുകളില്ലാതെ നമ്മൾ എടുത്തതായ ആ കുരുമുളക് ഉണ്ടല്ലോ, അത് 8 എണ്ണം ഉണ്ട്. ആ 8 കുരുമുളക് മണികളും വെക്കേണ്ടതുണ്ട്. ഇനി അടുത്ത ഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഈ മഞ്ഞളും കുരുമുളകും പഞ്ഞിക്കുള്ളിൽ നിന്ന് ഒട്ടും പുറത്തു പോകാതെ ഏത്ത രീതിയിൽ വേണം പഞ്ഞി 4 ഭാഗത്ത് നിന്ന് മടക്കി നന്നായിട്ട് അങ്ങോട്ട് പൊതിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു ചെറിയ പന്ത് പോലെ അതല്ലെങ്കിൽ ഒരു ചുരുള് പോലെ ഇത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പുറത്തേക്ക് ഒരൊറ്റ കുരുമുളക് പോലും ഉരുണ്ടു പോകാതിരിക്കാനോ അല്ലെങ്കിൽ പുറത്തേക്ക് കുരുമുളകിൻ്റെ അംശം ഒന്നും തന്നെ കാണാതിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നൂലുണ്ടല്ലോ, ആ നൂല് ഉപയോഗിച്ചിട്ട് ഈ പഞ്ഞി ചുരുളിനെ നന്നായിട്ട് അങ്ങോട്ട് ചുറ്റി വരിയണം. നൂല് ചുറ്റുമ്പോൾ എൻ്റെ വീട്ടിലെ ദാരിദ്ര്യങ്ങൾ കടങ്ങളൊക്കെ മാറണമേ, ഐശ്വര്യം വരണമേ എന്ന് മനസ്സിൽ കൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാതെ ഈ നൂല് ഇത് ഫലമാകുമോ അല്ലെങ്കിൽ ഇത് കെട്ടിയ ശരിയായോ എന്ന ചിന്തയിലൂടെയല്ല. നമ്മുടെ വിഷമങ്ങൾ മാറണേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നൂല് കൊണ്ട് നന്നായി മുറുക്കി ഇങ്ങോട്ട് കെട്ടിയതിന് ശേഷം ഇത് പഞ്ഞിച്ചുരുളായിട്ടുണ്ടല്ലോ, ഈ പഞ്ഞിച്ചുരുളിനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ ആ ഒരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിനകത്തേക്ക് വയ്ക്കണം. അതിനുശേഷം ബോക്സിൻ്റെ അടപ്പ് നന്നായിട്ട് ടൈറ്റായിട്ട് അങ്ങോട്ട് അടയ്ക്കണം. ഇപ്പോൾ നമ്മുടെ സാമ്പത്തികമായ ഈ ഒരു തയ്യാറാക്കിയ ആകർഷണ കൂട്ട് പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീട്ടിലെ ധനാകർഷണ ബോക്സ് പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. ഇതിനി എങ്ങനെയാണ് വെക്കേണ്ടത് എന്നതാണ്. അപ്പോൾ ഈ തയ്യാറാക്കിയ ബോക്സ് നമ്മൾ എവിടെയാണ് വെക്കേണ്ടതെന്ന് കൂടി കേൾക്കുക. നമ്മുടെ വീടിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയാണ്. അതായത് അന്നപൂർണേശ്വരി ദേവി കുടികൊള്ളുന്ന സ്ഥലമാണ് അടുക്കള. അതുകൊണ്ട് ഈ ബോക്സ് അടുക്കളയിലാണ് സൂക്ഷിക്കേണ്ടത്. നിങ്ങളുടെ അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്ന ഒരു സ്ലാബ് ഉണ്ടെങ്കിൽ ആ സ്ലാബിന് തൊട്ട് താഴെയുള്ള ഷെൽഫിലോ തറയിലോ ആയിട്ട് ഈ ബോക്സ് വെക്കാവുന്നതാണ്. അതല്ല നിങ്ങൾ നിലത്താണ് അടുപ്പ് കൂട്ടി പാചകം ചെയ്യുന്നതെങ്കിൽ അടുപ്പിൻ്റെ ഏതെങ്കിലും ഒരു വശത്തായിട്ട് ഇത് വെക്കുക. ഇതിന് പ്രത്യേക ദിശയോ വശമോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല. അടുപ്പിൻ്റെ സാമീപ്യം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ
ഇതിന് നിയമമുള്ളൂ. കാരണം എന്തെന്നാൽ അടുപ്പിലെ ആ അഗ്നി പ്രപഞ്ച ഊർജ്ജത്തെ ഉണരാൻ സഹായിക്കുന്ന ഒന്നാണല്ലോ. ഇനി ഇത് എത്ര ദിവസം വെക്കണമെന്ന് ചോദിച്ചാൽ തുടർച്ചയായിട്ട് 90 ദിവസം ഇതേ സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ. ദിവസവും എടുത്ത് നോക്കാനോ അത് മാറ്റി വെക്കാനോ അത് കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് സൂക്ഷ്മതപ്പെടുത്താനോ ഒന്നും നോക്കേണ്ട, അവിടെ തന്നെ ഇരിക്കട്ടെ. 90 ദിവസം പൂർത്തിയാകുമ്പോൾ ഈ ബോക്സ് അവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് ബോക്സ് തുറന്ന് അകത്തുള്ള പഞ്ഞിച്ചുരുൾ മാത്രം എടുക്കുക. ഈ പഞ്ഞിച്ചുരുൾ ഒഴുക്കുള്ള ഏതെങ്കിലും പുഴയിലോ അല്ലെങ്കിൽ തോട്ടിലോ നിങ്ങൾക്ക് കളയാവുന്നതാണ്. അതിന് സാധിക്കാത്തവരാണെങ്കിൽ വീടിൻ്റെ കന്നിമൂല ഭാഗം ചെറിയൊരു കുഴിയെടുത്ത് വേണമെങ്കിൽ അതിൽ മൂടാവുന്നതാണ്. അതിനെക്കാട്ടി നല്ല ഉത്തമം ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുക എന്നതാണ്. ആ ബോക്സ് നമുക്ക് കഴുകി വീണ്ടും ഉപയോഗിക്കാം. അതിനുശേഷം വീണ്ടും ഇതേ രീതിയിൽ പുതിയ കുരുമുളകും പുതിയ മഞ്ഞളും പഞ്ഞിയിൽ പൊതിഞ്ഞ് നൂല് കെട്ടി ബോക്സിലാക്കിയിട്ട് അടുപ്പിന് സമീപം വെക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് വരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓരോ 90 ദിവസം കൂടുമ്പോഴും ഇത് പുതിയത് വാങ്ങി മാറ്റി വെക്കാനായിട്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഇത് എല്ലാവർക്കും ചിലപ്പോൾ താല്പര്യമുണ്ടാകണമെന്നില്ല. ചില ആളുകളുണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സോടുകൂടി പ്രകൃതി ഇത് വലിയ വിലയുള്ള ഒരു കാര്യങ്ങളും തന്നെയില്ല. പ്രകൃതിയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ പ്രകൃതിയോടുള്ള പ്രാർത്ഥന വളരെ ഫലമായി നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഒരു തവണയൊന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ആ ഒരു തവണ 90 ദിവസത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്കിത് തുടർന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിശ്വാസം വേണം. പ്രകൃതി നമ്മൾക്ക് കനിയണം എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ വളരെയധികം ഉത്തമമായിരിക്കും. ഒന്ന് ചെയ്തു നോക്കുക. സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും.